ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടുകൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, കടുക്, ഉപ്പുപൊടി. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്യുക. കരിവേപ്പിലയിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. സവാളയിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് മൂടും മാറ്റി നന്നായിട്ട് വീണ്ടും സവാള വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി സവാള നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് അടപ്പ് മാറ്റി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴന്നു വന്ന സവാളയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് ചേർത്ത് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വേവിക്കുക. കറി നന്നായിട്ട് തിളച്ച് നല്ല ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു സർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളുടെ രുചികരമായിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.